ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഈ അലോഷിക്കിത് എന്തിൻ്റെ കേടാണ്? സത്യത്തിൽ ഈ അലോഹ്യം മാത്രമല്ല ഉണ്ടാക്കുന്നത്, സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്പർദ്ധയും വിഭാഗിതയും ഒരു സാമൂഹികമായിട്ടുള്ള ശല്യമായിട്ട് ഈ അലോഷിയും സംഘവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് DYFIയും CPMകാരും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര സമിതികളുമൊക്കെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കാനും പരിപാവനമായിട്ടുള്ള ക്ഷേത്രാങ്കണങ്ങളെ കലാപഭൂമിയാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശരീരത്തിൻ്റെയും ദൃഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള മാതൃകാ രൂപമായിട്ടാണ് ഹൈന്ദവ വിശ്വാസികൾ കാണുന്നത്. അങ്ങനെയുള്ള പവിത്രമായിട്ടുള്ള ഒരു പ്രദേശത്തെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ക്ഷേത്ര സമിതിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ദേവസ്വം സമിതികളും ഒക്കെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത് കേവലം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കാരണം CPM തന്നെ ആസൂത്രിതമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുടെ ആദ്യത്തെ ഭാഗമായിരുന്നു ഈ ക്ഷേത്ര സമിതികൾ പിടിച്ചെടുക്കുക. 2, ആരാധനാലയങ്ങൾ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക. 3, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമപ്രധാന ഉത്സവങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുക. ആ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്ത് വെച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കൊടിതോരണങ്ങളും അതുപോലെ തന്നെ ഈ കഞ്ചാവിൻ്റെയും വിഷമം വയ്ക്കുന്ന ഒരു മാതൃകാരൂപമായിട്ടുള്ള ചെഗുവേരയെ പോലെയുള്ള ആളുകളെ കൊടിതോരണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ക്ഷേത്രാങ്കണത്തെ, പരിപാവനമായ ക്ഷേത്രാങ്കണത്തെ മലീമസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ആസൂത്രിതമായിട്ട് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒത്താശ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടില്ല. എന്തിനാണ് ഇത്ര ഹൈന്ദവ വിരോധം ഇവർ കാണിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും വിശ്വാസങ്ങളുടെ ഭാഗമായ ആചാരങ്ങളും വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആദരണീയനായിട്ടുള്ള സുരേഷ് ബാബു സാർ കൃത്യമായിട്ട് CPM നേതൃത്വത്തെയും DYFI ഒക്കെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട രക്തകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അവിടെ ഒരു കാവി പതാക, ആ കാവി പതാകയിൽ എഴുതിയത് ഓം ശ്രീ രക്തകണ്ഠേശ്വര നമഃ എന്നുള്ള ഒരു മന്ത്രമായിരുന്നു. കാവി ആയതിന്റെ പേരിൽ അതിനെ പരാതി കൊടുത്തുകൊണ്ട് കാവിക്കൊടി ഒഴിപ്പിക്കുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും ഒരു പക്ഷത്ത് നടക്കുന്നു. അതേസമയത്ത് തന്നെ ചെങ്കൊടിയും ചെഗുവേരയും അടങ്ങുന്ന പടങ്ങൾ പിടിച്ചും ഫ്ലെക്സ് പിടിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണങ്ങളെ ഇത്തരത്തിലുള്ള മലീമസപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രത്യേക സമുദായത്തിന് നേരെയുള്ള കുതിര കയറാനുള്ള ഒരു അവസരമായിട്ട് ഈ ക്ഷേത്രാങ്കണങ്ങളെയും അതുപോലെ ഉത്സവങ്ങളെയും കാണുന്നത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. കാരണം നോക്കൂ, നമ്മൾ ഇവരെപ്പോഴും പറഞ്ഞ ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞ C. കേശവന് ഒത്താശ പാടിക്കൊണ്ട് ആ മുദ്രാവാക്യം കേരളത്തിൽ ആകമാനം പറഞ്ഞു നടന്ന ആളുകളാണ് DYFIക്കാരും SFIക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ പൂക്കാസ പോലെയുള്ള ആളുകൾ. പക്ഷെ പിന്നീട് നമ്മൾ കേരളത്തിൽ മനസ്സിലാക്കണം, 1960കളിലും 70കളിലും ഒക്കെ ഇന്ന് നാം ഈ കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് പ്രധാനപ്പെട്ട അവകാശം ഇവിടുത്തെ RSS പോലെയുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമാണ്. നോക്കൂ, മണ്ണ് മൂടി കടന്നിരുന്ന, കാട് പിടിച്ച് കടന്നിരുന്ന, അന്ത്യത്തിരി കത്തിക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങളെ ഇന്ന് നാം ഈ കാണുന്ന രീതിയിലുള്ള ക്ഷേത്രാചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ഈ പറയുന്ന ദേവസ്വങ്ങൾക്കൊക്കെ പിടിച്ചെടുക്കാനുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ RSSും അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. അന്നൊന്നും ഒരാളെയും അതിന് പരിസരത്തേക്ക് കണ്ടിട്ടില്ല. അന്ത്യത്തിരി കത്തിക്കാൻ വേണ്ടി വകയില്ലാത്ത സമയത്ത് അവിടെ ഒരു 100 രൂപയ്ക്ക് എണ്ണ കത്തിച്ചുകൊണ്ട് അവിടെ ഒരു തിരി തെളിക്കാൻ ഒരു DYFIക്കാരനെയും SFIക്കാരനെയും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും കണ്ടിട്ടില്ല. അപ്പൊ കേരളത്തിലെ സാമൂഹിക നവോത്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട്, സാംസ്കാരികമായിട്ടുള്ള ആത്മീയ ഉണർവുണ്ടായതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റം, ആ മുന്നേറ്റം ഉണ്ടായ സമയത്താണ് ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവരുടെ DYFIയുടെയോ CPMന്റെയോ പരിപാടിക്കൊന്നും വന്നു കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആളില്ല. അപ്പൊ ആളുകളുള്ള സ്ഥലത്ത് വന്നുകൊണ്ട് DYFIയുടെയും ചെഗുവേരുടെയും കൊടി പിടിക്കുക എന്നുള്ള ഒരു പ്രത്യശാസ്ത്രപരമായുള്ള പാപ്പരത്വത്തിലേക്ക് കൂടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിയിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അക്ഷന്യവുമായ തെറ്റും അതോടൊപ്പം തന്നെ ജനകീയമായ പ്രതിരോധം ഇതിനെതിരെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ക്ഷമയ്ക്കുമില്ലേ അതിന്? കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇടതു ഭരണ സമിതിയാണ് ക്ഷേത്രത്തിൻ്റെത് എന്ന്